സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർ ഇടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത്. ഇപ്പോഴിതാ ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയോളം പോയ മഞ്ജുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. തമിഴ് നടൻ അജിത്താണ് തനിക്ക് പ്രചോദനമെന്ന് മഞ്ജു മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ബൈക്ക് ഓടിച്ച് നിരവധിയിടങ്ങളിൽ യാത്ര പോകുന്ന വീഡിയോയും മഞ്ജു മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമൻ്റ് ഇടുന്നത്. മഞ്ജുവിൻ്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ. കമൻ്റ് ഇടുന്നവരിൽ ഏറെയും സ്ത്രീകളാണ്. തങ്ങൾക്ക് പ്രചോദനമാണ് മഞ്ജു എന്നാണ് പലരും കുറിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടില്ല, പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്നും സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എന്നാൽ പതിവ് പോലെ മഞ്ജുവിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചും ചിലർ കമൻ്റ് ഇടുന്നുണ്ട്. മഞ്ജുവിൻ്റെ കാട്ടിക്കൂട്ടലാണ് ഇതൊക്കെ എന്നാണ് ചിലരുടെ പരിഹാസം. വിധിന്യായം എല്ലാം സംസാരിക്കുന്നു. ഇനിയും എല്ലാവരെയും പറ്റിച്ച് ഇല്ലാത്ത മാന്യത ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രവുമല്ല, കർമ്മ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നത് തെറ്റല്ല. അതിനുവേണ്ടി കൂടെയുള്ളവരെ ചവിട്ടി മെതിച്ച് അവരുടെ നെഞ്ചത്ത് ചവിട്ടി ആനന്ദ നൃത്തമാടി ജീവിക്കുമ്പോൾ ഓർക്കുക, ദൈവം ഓങ്ങി വെച്ചിട്ടുണ്ട്. ഒരേയൊരു ലക്ഷ്യം പണവും സ്വാതന്ത്ര്യവുമല്ലേ. പണത്തിന് ഒരിക്കലും സ്നേഹം വിലക്ക് വാങ്ങാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് സ്നേഹിതരെ നേടാം. പ്രസവിച്ച മകൾക്ക് പോലും വേണ്ടാതാവുക എന്നതാണ് ലോക പരാജയം. മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം? കർമ്മം ചെയ്താൽ നല്ലതാണെങ്കിൽ മാത്രമേ പ്രായമെത്തുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയൂ എന്നാണ് ഒരാളുടെ വിമർശനം. മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങൾ ചിലർ ഉയർത്തുന്നു. ഗംഭീരമായിട്ടുണ്ട്. മീനാക്ഷി ഒരിക്കലും ഈ അമ്മയെ ഇഷ്ടപ്പെടില്ല എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്. അതേസമയം മഞ്ജുവിൻ്റെ ബൈക്ക് വീഡിയോ വൈറലാകാനുള്ള ശ്രമം മാത്രമാണെന്ന് ചില വിമർശനങ്ങൾ. എന്തുവാടെ, അവളുടെ തന്നെ റേഞ്ച് റോവർ പുറകെ ഉണ്ടല്ലോ, ഇതെന്താ ഫോട്ടോഷൂട്ടാണോ? ആൾക്കാർ വൈറലാവാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുക. ഇവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ എയറിലാണല്ലോ. എല്ലാത്തിനും തിരികൊളുത്തി WCC എന്നൊരു സംഘടന തുടങ്ങാൻ വേണ്ടി ആദ്യം നിന്ന് അവളാണ്. തുടങ്ങിയ ശേഷം സംഗതി പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് മുങ്ങി എന്നാണ് മറ്റൊരു കമൻറ്റ്.